അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മൂവാറ്റുപുഴ അഭിമാനത്തിലും സന്തോഷത്തിലുമായി മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്. 1950കളിൽ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറിയ വീടുകളിലും മുറികളിലുമൊക്കെയായി മദ്രസ സംവിധാനം ആരംഭിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് 1967 മൂവാറ്റുപുഴ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് നയിച്ചുകൊണ്ട് ഇത് സ്ഥിര സംവിധാനത്തിലേക്ക് ഉയർന്നു. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യയുടെ കീഴിലുള്ള കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അഫിലിയേഷനിലാണ് ഇപ്പോൾ ഈ മദ്രസ പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള സ്ഥല സൗകര്യമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ട സമയത്താണ് പുതിയ കെട്ടിടം എന്ന ആശയം ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം അത് പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തത്. നമ്മുടെ മദ്രസയിൽ 172 ആൺകുട്ടികളും 271 പെൺകുട്ടികളുമായി മൊത്തം 453 കുട്ടികളാണുള്ളത്. 19 ടീച്ചിങ് സ്റ്റാഫും 7 നോൺ ടീച്ചിങ് സ്റ്റാഫും അടക്കം 26 പേരാണ് സ്റ്റാഫുകൾ. ഈ മദ്രസ ശനി ഞായർ മറ്റു പൊതു അവധികൾ ഉൾപ്പെടെ രാവിലെ 8:30 മുതൽ 12:30 വരെ സമയം വെച്ച് ഹോളിഡേ മദ്രസയായി പ്രവർത്തിക്കുന്നു. അധ്യാപകരെല്ലാം തന്നെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവരും സ്കൂളിൽ അധ്യാപകരായി വർക്ക് ചെയ്യുന്നവരുമാണ്. മദ്രസയിലെ സമയം വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് കണ്ടെത്തുന്നതിനും അതിൽ കഴിവുള്ളവരാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മൂവാറ്റുപുഴയുടെ 2024-25 അധ്യയന വർഷം ജൂൺ 1 ജനാബ് അൻസാർ നെടുമ്പാശ്ശേരിയുടെ ക്ലാസ്സോടുകൂടി ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ അറിവിലും അനുഭവത്തിലും നർമ്മം കലർത്തി ശ്രദ്ധേയമായ ഒരു ക്ലാസ് കേൾവിക്കാർക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതേ ദിവസം നവാഗതരായ KGയിലെ മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന ഓരോ കുട്ടികളെയും പാട്ടിലൂടെയും കഥകളിലൂടെയും സത്യവും ധർമ്മവും ജീവിതചര്യയാകണമെന്ന് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നു. ജൂൺ 8 അറഫ ദിനവുമായി ബന്ധപ്പെട്ട് KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു സെക്ഷനും 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ മറ്റൊരു സെക്ഷനുമായി തിരിച്ച് അധ്യാപകൻ അദീബ് സാർ ക്ലാസ് നയിച്ചു. കാറ്റഗറി തിരിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ അറബി വായിക്കാനും എഴുതാനും പിന്നോക്കം നിന്നിരുന്ന കുട്ടികളെ ഓരോ ക്ലാസ് ടീച്ചേഴ്സും കണ്ടെത്തി. തുടർന്ന് 52 കുട്ടികളടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും എല്ലാ മദ്രസ പ്രവൃത്തി ദിനങ്ങളിലും അവസാനത്തെ പിരീഡ് അറബിക്ക് മുൻഗണന നൽകി ഈ കുട്ടികൾക്ക് അറബി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ 95% വരെ വിജയം വരിക്കുവാനും മദ്രസയ്ക്ക് സാധിച്ചു. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതികളിൽ കൈകോർക്കുന്നതിന് വേണ്ടി നമ്മുടെ മദ്രസ കുട്ടികളിൽ നിന്നും 33,460 രൂപ ശേഖരിച്ച് ഇതിലേക്ക് നൽകി. 3ാം ക്ലാസ്സിലെ ദിയ ഫാത്തിമ എന്ന കുട്ടി സ്വരൂപിച്ച കുടുക്കയും ഇതിലേക്ക് സമർപ്പിച്ചു. ജൂലൈ 13 ശനിയാഴ്ച മാതൃസംഗമം സംഘടിപ്പിച്ചു. അതിൽ ജനാബ് ജമാൽ കങ്ങരപ്പടി ഓരോ മാതാവും അവരുടെ കുട്ടികളുടെ ദീനീപരമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാതാക്കളെ ബോധവൽക്കരിച്ചു. മുഹറം മാസത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസ് അടിസ്ഥാനത്തിൽ കാറ്റഗറി തിരിച്ച് മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന തലക്കെട്ടിൽ വിവിധ മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. നമ്മുടെ മദ്രസയിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിൽ കുട്ടികളുടെ സർഗവാസനകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം സാഹിത്യ സമാജങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഓരോ മാസവും 2 വീഡിയോ ക്ലിപ്പുകൾ നമ്മുടെ മദ്രസയിൽ നിന്ന് ഇറക്കാറുമുണ്ട്. സെപ്റ്റംബർ 8 റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് കാരുണ്യത്തിൻ്റെ തിരുദൂതർ എന്ന തലക്കെട്ടിൽ രക്ഷകർത്താക്കൾക്ക് ഒരു ക്വിസ് മത്സരം നടത്തുകയും ഇതിൽ ഷെഫീന KS, ഷഹന അബ്ബാസ്, അലീമത്തു സഹദിയ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഇതേ ദിവസം തന്നെ
വിദ്യാർത്ഥികൾക്കും വിവിധ മത്സരങ്ങൾ നടത്തി വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 21 ശനിയാഴ്ച മദ്രസയിലെ 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 55 വിദ്യാർത്ഥികളും 8 പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസ മാനേജറും മൊത്തം സ്റ്റാഫുകളും ചേർന്ന് 83 പേർ പീസ് വാലി സന്ദർശിക്കുകയും കുട്ടികളുടെ വകയായി പീസ് വാലിയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയും ചെയ്തു. ആ സന്ദർശനം കുട്ടികളിൽ സമൂഹത്തിലെ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ വേദനകൾ കണ്ടറിയാനും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനുമുള്ള ബോധം ഉളവാക്കി. എല്ലാ വർഷവും നമ്മുടെ മദ്രസയിൽ ഹിക്മ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൽ നമ്മുടെ 3 കുട്ടികൾ സംസ്ഥാന തലത്തിൽ ടോപ്പേഴ്സായിരുന്നു. 3ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലുള്ള സലത്തത്തുൽ ഫവാക്കിഹ് എന്ന പാഠത്തെ ആസ്പദമാക്കി കുട്ടികളോട് പലവിധ പഴങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. കുറഞ്ഞത് 10 പഴങ്ങളുടെ പേരെങ്കിലും കുട്ടികൾക്ക് മറക്കാൻ പറ്റാത്ത തരത്തിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. വുളു എങ്ങനെ എടുക്കാം, എങ്ങനെ നമസ്കരിക്കാം എന്നിങ്ങനെയുള്ള ഫിഖ്ഹിപരമായ കാര്യങ്ങൾ പ്രായോഗിക പരിശീലനത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിരുന്നു. അതിനെ തുടർന്ന് വന്ന പ്രവൃത്തി ദിനമായ ഡിസംബർ 22 തിങ്കളാഴ്ച ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട അസംബ്ലി നടത്തുകയും ബാസിത്ത് സാർ കുട്ടികളെ അറബി ഭാഷയുടെ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നമ്മുടെ ആനുവൽ ഡേയിൽ ലാദ് എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് മാഗസിൻ പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അറബിയിലും മലയാളത്തിലുമുള്ള രചനകളാണ് ഈ മാഗസിനിൽ പ്രധാനമായുമുള്ളത്. കുട്ടികൾ വരച്ച ഏതാനും ചിത്രങ്ങളും ഈ മാഗസിനിലുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ മാനസികോന്നമനത്തിനായി വാഗമണിലേക്ക് സ്റ്റാഫ് ടൂർ സംഘടിപ്പിച്ചു. പൊതുവെ പറഞ്ഞാൽ കുട്ടികളെ ഇസ്ലാമിക സംസ്കാരത്തിന് അനുസൃതമായി സംസ്കരിക്കാനും കാലഘട്ടത്തിനനുസൃതമായി അവരെ ദീനി അടിത്തറയിൽ ചിന്തിക്കാനും പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള പഠന രീതികളാണ് നാം അവലംബിക്കുന്നത്. എന്നിരുന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തികരമെങ്കിലും കൂടുതൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണയുണ്ടെങ്കിൽ ഈ മാർഗത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.